ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെജ് പുലാവിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ലഞ്ചായിട്ടും അതുപോലെ ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്. മാത്രമല്ല ഇതെങ്ങനെ പെർഫെക്റ്റായിട്ട് അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ അല്ലെങ്കിൽ അരികൾ പൊടിഞ്ഞു പോവാതെ ഉണ്ടാക്കാമെന്നുള്ളതും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാനൊരു കപ്പ് ബസ്മതി റൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെക്കുക. ഓക്കെ, അതിന് ശേഷം ഇതിലോട്ട് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ജീരകശാല റൈസ് വേണമെങ്കിൽ അങ്ങനെയും ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് ബസ്മതിയാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അതിന് ശേഷം ഇതൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ കൂടെ ഒരു അരിപ്പയിലോട്ട് മാറ്റി ഇതിന് വെള്ളം മാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ ഗീ ആണ് നമ്മൾ പുലാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ്, സാധാരണ ഓയിലിനേക്കാളും. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഏലക്കയും പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ സിമ്പിളായിട്ട് കുറച്ച് ചെറിയ ജീരകം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാളയുടെ പകുതി ഭാഗം അല്ലെങ്കിൽ ഒരു കുഞ്ഞു സവാള ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് വേണം നമ്മളിത് ചേർക്കാനായിട്ട്. അപ്പോൾ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അല്ലെങ്കിൽ പച്ചമുളക് ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യാം. ഓക്കെ, പച്ചമുളകൊക്കെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചേർക്കാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചേർത്തു. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിന് ശേഷമാണ് ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു ഹെലപ്പിനോണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെജ് പുലാവ് ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് വെജിറ്റബിൾസ് സ്റ്റാർട്ട് ചെയ്തത്. ചിക്കനൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്ത് ആ സെയിം ഓയിലിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പച്ചമുളകും കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അത് എന്നിട്ട് നമ്മൾ അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഇത് വറുത്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, അരികളൊന്നും പൊടിഞ്ഞു പോവാതെ വളരെ ജെൻറ്റിലായിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. ഇത് ഏകദേശം ഒരു 3 to 4 മിനിറ്റ് നമ്മളിത് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഇന്നൊരു സിമ്പിൾ വേർഷൻ വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഫ്രോസൺ വെജിറ്റബിൾസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റൈസ് ആദ്യം വറുത്തെടുത്തതിന് ശേഷം വെള്ളമൊക്കെ ചേർത്തതിന് ശേഷമാണ് നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഫ്രഷ് വെജിറ്റബിൾസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ റൈസ് ചേർക്കുന്നതിന് മുമ്പേ നന്നായിട്ട് വെജിറ്റബിൾസ് ഒരു ഹാഫ് കുക്കാവുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിന് ശേഷം മാത്രമാണ് റൈസ് ചേർത്ത് വറുത്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈസ് മുഴുവനായിട്ടും വറുത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം ഞാനിവിടെ ഒരു 3/4 കപ്പ് ഫ്രോസൺ വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി റിച്ച് ആവാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ തന്നെ ആഡ് ചെയ്യണമെന്നില്ല, നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വെള്ളം ചേർക്കുന്ന സമയത്ത് അതിൽ തന്നെ ഈ തേങ്ങാപ്പാലിൻ്റെ പൊടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടെ ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാനൊരു ചിക്കൻ്റെ സ്റ്റോക്ക് ക്യൂബിൻ്റെ പകുതി ഭാഗം ചേർത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ അരിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഓവർ മിക്സ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ മിക്സിങ് തീർക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടപ്പ് വെച്ച് അടച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. പക്ഷേ ഒരു 15 മിനിറ്റോളം നമ്മൾ ഈ ഒരു സ്റ്റീമിനെ ആ പാത്രത്തിൽ തന്നെ വെക്കാനും ഓക്കെ അത് ഓപ്പൺ ചെയ്യാതെ ഇരിക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഞാൻ പാത്രം ഓപ്പൺ ചെയ്തു. നിങ്ങൾ കാണാൻ മുതൽ സ്റ്റീമൊന്നും ഇല്ല, എല്ലാ സ്റ്റീമും പോയിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ച് പതുക്കെ നമുക്ക് റൈസ് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ തന്നെ വലിയ സ്പൂണൊക്കെ ഇടുകയാണെങ്കിൽ അരി പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ആദ്യം തന്നെ ഒരു ഫോർക്ക് വെച്ച് വളരെ പതുക്കെ ആ റൈസിനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ സ്പൂൺ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള വെജ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.